അങ്ങനെ വലിയൊരു യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറാനും അമേരിക്കയും. എന്നാൽ ഇതിൽ ഇപ്പോൾ വലിയൊരു തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന അമേരിക്ക അതിൽ വ്യക്തത വരുത്തുന്നില്ല. അതിനോടൊപ്പം തന്നെ ഇറാൻ പ്രതികരണം നടത്തുന്നില്ല. പക്ഷെ ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇറാഖിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ഒരു സംഘത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മിലിഷ്യകൾ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ടെലഗ്രാം പുറത്തുവിട്ട പ്രസ്താവനയിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ 41 ഏകോപിത ആക്രമണങ്ങൾ നടത്തിയതായിട്ട് സംഘം അവകാശപ്പെടുന്നു. ഡ്രോൺ ഉപയോഗിച്ചാണ് പ്രധാനമായിട്ടും ആക്രമണങ്ങൾ നടത്തിയത് എന്നതാണ് സംഘത്തിന്റെ വിശദീകരണം. നിരവധി ഡ്രോണുകൾ ഒരുമിച്ച് വിന്യസിച്ചു എന്നും ഡ്രോൺ വിക്ഷേപണ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാഖിന് പുറമെ ഉള്ള ഒരു പ്രദേശത്ത് മറ്റ് ഭാഗങ്ങളിലേക്കും ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചതായിട്ടും ബഹ്റൈനിലെ അമേരിക്കയുമായിട്ട് ബന്ധമുള്ള ലക്ഷ്യങ്ങളും ആക്രമണ പരിധിയിൽ പെട്ടതായിട്ടും സംഘം അവകാശപ്പെടുകയാണ്. പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയ സംഘത്തിന്റെ പ്രസ്താവനയിൽ, ഇറാന്റെ പ്രസ്താവനയിൽ ഭാവിയിൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും സൂചനയുണ്ട്. എന്തായാലും ഈ ഒരു സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷം സാധ്യതകൾ ഉയർത്തുന്നു എന്ന ആശങ്ക ശക്തമാണ്. അതേസമയം തന്നെ ഈ ആക്രമണങ്ങളോട് വെച്ചുള്ള സ്വതന്ത്ര സ്ഥിരീകരണങ്ങൾ എല്ലാം ലഭ്യമായിട്ടില്ല എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു. ഇനി അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ ഇതുവരെ ഒരു മുഴുവൻ വിവരങ്ങളും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ചില ഡ്രോണുകൾ വഴിമധ്യേ തന്നെ തകർത്തതായിട്ടും പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നതായിട്ടും സൂചനകൾ പുറത്തുവരുന്നു. പ്രദേശത്തെ ചില താവളങ്ങളിൽ സുരക്ഷാ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ബഹ്റൈനിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട എന്ന അവകാശവാദം സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ പറയുന്നത് പോലെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എങ്കിലും അമേരിക്കയ്ക്ക് ഇതൊരു കനത്ത പ്രഹരമാണ്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആക്രമണം വലിയ ഒരു പ്രഹരമായിട്ട് തന്നെ മാറുകയാണ്. ഇതിനിടയിൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സംഘർഷഭരിതമാകുന്നതായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇനി ഇറാൻ പിന്തുണയുള്ള മിലിഷ്യകളുടെ പ്രവർത്തനം ശക്തമാകുന്നതും അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കയും ഉയർന്നു വരികയാണ്. സിവിലിയൻ മേഖലകളിൽ നിന്ന് അകലെയായിരിക്കണമെന്ന് ഈ ഒരു സംഘത്തിന്റെ മുന്നറിയിപ്പ് പുറത്തു വന്നതോടെ പ്രദേശത്തെ ജനങ്ങളിൽ വലിയ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. 41 തവണ ആണ് അങ്ങോട്ടേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത് ഒരു ദിവസത്തിനുള്ളിൽ. അപ്പോൾ എത്രത്തോളമാണ് അതിന്റെ പ്രഹരം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അമേരിക്ക അതിനെ ഔദ്യോഗികമായിട്ട് പല കാര്യങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ സ്ഥിതിഗതികൾ കൂടുതൽ കടുത്തേക്കാം എന്ന വിലയിരുത്തലിലാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുള്ളത്. പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇറാനെതിരെ ശക്തമായിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ മാക്സിമം പ്രഷർ നയം വീണ്ടും കൊണ്ടുവരുമെന്ന് ട്രംപ് വാദിക്കുന്നുണ്ട്. യുദ്ധം അതികഠിനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇതിലൂടെ തന്നെ ഇറാൻ പിന്തുണയുള്ള മിലിഷ്യകളുടെ സാമ്പത്തിക ശക്തി കുറയ്ക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇറാഖിലും മേഖലയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാന്റെ സ്വാധീനമുണ്ട് എന്നതാണ് ട്രംപിന്റെ ആരോപണം. അതിനാൽ തന്നെ പ്രശ്നത്തിന്റെ മൂലകാരണം ഇറാൻ ആണെന്ന് ഈ ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരമാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. മറു സൈഡിന് ട്രംപ് ഈ ഒരു യുദ്ധം അവസാനിച്ചു, തങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോഴും ഇറാൻ ഇതിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. എന്തായാലും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാൽ ഉടൻ ശക്തമായിട്ടുള്ള എയർ സ്ട്രൈക്ക് പോലുള്ള നടപടികൾ വേണമെന്നാണ് ട്രംപിന്റെ നിലപാട്. പ്രതിരോധം മാത്രമല്ല ആക്രമണശേഷിയും കാണിക്കാമെന്ന് ഈ ട്രംപ് പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ വ്യക്തത വരുത്താത്തത് കൊണ്ട് തന്നെ വലിയ ഭീഷണി ഇപ്പോൾ ട്രംപ് നേരിടുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് അവിടുത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിലൊരു വ്യക്തത വരുത്തുന്നില്ല എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനെ പൂർണ്ണമായിട്ടും തകർത്തു എന്നും അവിടുത്തെ സൈന്യത്തെയും നേതൃനിരയും ഇല്ലാതാക്കിയോ എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും വലിയ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇനി ഒരിക്കലും ഭരണകൂടം ലക്ഷ്യമിട്ടല്ല ട്രംപ് ഈ ഒരു യുദ്ധം നടത്തിയത് എന്നുള്ള പൊള്ളയായിട്ടുള്ള വാദവും കൂടി പറയുകയാണ്. നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ട്രംപിന്റെ മോഹം അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭരണവും അവിടുത്തെ എണ്ണപ്പാടങ്ങളുമായിരുന്നു. എന്നാൽ യുദ്ധത്തിൽ ഇറാന് മുന്നിൽ നിൽക്കാൻ കഴിയാതെ ദിക്കക്കള്ളി ഇല്ലാതെ വന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയത്തില്ല. ട്രംപ് പല തവണയായിട്ട് ഈ പറയുന്ന പോലുള്ള വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. ആദ്യം ഒന്ന് പറയുന്നു, പിന്നീട് അത് മാറ്റി പറയുന്നു. അങ്ങനെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്തി എന്ന് പറഞ്ഞ് തങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു സൈനിക നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും ഹോർമുസ് കടലിൽ
കടലിടുക്ക് സംരക്ഷിക്കണം എന്നൊക്കെ ട്രംപ് പറയുകയാണ്. ഇറാൻ ഒരു ഭീഷണിയല്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ട്രംപിന് വല്ലാത്തൊരു ആശങ്ക എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക തട്ടിന്മേലാണ്. അതിന്റെ അടിത്തറ ഇളകി കടക്കുകയാണ്. ഇനി ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. എന്തായാലും ഈ ഒരു പ്രശ്നം ഇങ്ങനെ പോകുമ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വലിയ ഭീഷണിയായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. യുദ്ധം മാത്രമല്ല ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ ജനപ്രതിഷേധങ്ങളൊക്കെ വലിയ ഭീഷണിയാകുന്നുണ്ട്. നാളെ ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കസേര തെറിക്കുമോ എന്നുള്ളൊരു കാര്യം പോലും ട്രംപിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. ഇതിനിടയിലാണ് വലിയ ആക്രമണം ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും ഇറാൻ ഒരു ഭീഷണിയല്ല എന്ന് ട്രംപ് പറയുമ്പോഴും അവിടെ വലിയൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന ട്രംപ് തന്നെയാണ് 5 ദിവസത്തെയും 10 ദിവസത്തെയും അവധി ചോദിച്ചിരിക്കുന്നത് യുദ്ധം നിർത്താനുള്ളത്. അവസാനം വന്ന് പറയുന്ന ഒരു അവിടുത്തെ മാധ്യമങ്ങളോട് ട്രംപ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇനി ഞങ്ങൾ 3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം നിർത്തും എന്നുള്ളതാണ്. പക്ഷേ ഇത് എത്ര നാൾ നീണ്ടു പോകും എന്നതാണ് മറ്റൊരു ചോദ്യം. കാരണം ട്രംപിന്റെ ഈ വാക്കുകൾ അല്ലെങ്കിൽ ട്രംപിന്റെ പ്രതികരണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം പല കാരണങ്ങളും ഇതുപോലെ നേരത്തെ പറഞ്ഞിട്ട് പിന്നീട് അത് മാറ്റി പറയുന്ന നയങ്ങളാണ്, അല്ലെങ്കിൽ പിറകിൽ നിന്ന് കുത്തുന്ന ഒരു നയമാണ് ട്രംപിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നുകൂടി നിരീക്ഷിക്കണം, അതിൽ ഒരു ഉറപ്പ് വരുത്തണം എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതുവരെ ഇറാൻ എന്തായാലും പ്രതികരിച്ചിട്ടില്ല. കാരണം ഇറാൻ അറിയാം ഈ ഒരു കാര്യങ്ങൾ എത്രത്തോളം നടക്കും നടക്കത്തില്ല എന്നുള്ളത്. പിന്നിൽ നിന്ന് കുത്താൻ അമേരിക്ക ഏറ്റവും നല്ല പങ്കാളിയാണെന്ന് ഇറാൻ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇറാൻ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാത്തത്. മാത്രമല്ല അമേരിക്ക പറയുന്ന കാര്യങ്ങളെ പാടെ തള്ളുന്നൊരു നയവും കൂടി ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തു എന്ന് ഇറാനും പറയുകയാണ്. എന്തായാലും ഒരു സമാധാന ചർച്ച, യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ വരുന്ന സമയത്തും ഈ സൈനികരെ വിന്യസിപ്പിക്കുന്ന കാര്യത്തിൽ അമേരിക്ക മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം അങ്ങനെ നിന്നിട്ടില്ല എന്ന് വേണം പറയാൻ. എന്തായാലും യുദ്ധം ജയിച്ചെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന രീതിയിലേക്കാണ് അമേരിക്ക പോയിരിക്കുന്നത്. ഇനി യുദ്ധം തുടങ്ങുന്നത് ഇസ്രയേലും ഈ പറയുന്ന ഇറാനുമാണ്. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ യുദ്ധം തുടർന്നേ പറ്റൂ, അവരുടെ മാനം കാത്തേ പറ്റൂ എന്നുള്ള നിലയിൽ ആണ് ഇപ്പോൾ ഇസ്രയേൽ നിൽക്കുന്നത്. കാരണം അത്രയേറെ പ്രഹരം ഈ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിൽ ഉണ്ടായിട്ടുണ്ട്. ടെല്ലവീവ് ഒക്കെ അടിച്ച് നാശമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ആശങ്കയുണ്ട്. ഇനി യുദ്ധം നടത്തി കഴിഞ്ഞാൽ തങ്ങളുടെ രാജ്യം തന്നെ ഇല്ലാതാകും, വലിയ പ്രതിസന്ധി ആകും എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് ട്രംപ് ഇതിൽ നിന്ന് പിന്മാറുന്നത്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും വില പോകുന്നില്ല. യുദ്ധത്തിൽ തന്നെ തീർക്കുക എന്ന നിലപാടിലോട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നിരുന്നാലും ഈ രണ്ടുപേരും യുദ്ധം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അവർ യുദ്ധം അവസാനിപ്പിക്കുന്നത് അവരാണെന്ന് പറയുന്നത് പോലെ തന്നെ അത്തരം നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കും. ഇനി അവർക്കൊപ്പം ഹിസ്ബുള്ളയും ഹൂത്തികളും രംഗത്തുണ്ട്. ഇനി കടലിടുക്ക് വളരെ പ്രധാനമാണ്. 3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കടലിടുക്ക് തുറക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും. കാരണം ലോക രാജ്യങ്ങൾ ഇരുട്ടിലാകും. നമ്മൾ എല്ലാ വാർത്തയിലും പറയുന്നത് പോലെ തന്നെ വലിയ പ്രതിസന്ധി നേരിടും. ഇപ്പോൾ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രഹരം ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതിൽ മിണ്ടാതിരിക്കുന്ന ഒരു ട്രംപിനെയാണ് കാണാൻ സാധിക്കുന്നത്. യുദ്ധം അവസാനിപ്പിച്ച് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാന്റെ ആക്രമണം നടക്കുന്നത്. കാരണം യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാനാണ്, ഇവിടെ പരാജയപ്പെട്ടത് അമേരിക്കയാണ്. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ പശ്ചിമേഷ്യ ആകെ പ്രതിസന്ധിയിലാണ്. അവിടുത്തെ ജനജീവിതം ദുസ്സഹമാണ്. നമുക്കറിയാം കേരളീയരടക്കം മലയാളികളടക്കം നിരവധി പേരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. അവിടെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതൊക്കെ ജനങ്ങളെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം നീക്കങ്ങളും യുദ്ധവും ഒക്കെ നടക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഏറെയാണ്. ബെഞ്ചമിൻ നെതന്യാഹു വരുമ്പോൾ ഈ പറയുന്ന ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് കനത്ത ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധത്തിനൊരു അവസാനമില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവർ സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ ഇറാൻ പകരം ചോദിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ 2 രാജ്യങ്ങളിലേക്ക് മാത്രമല്ല ആക്രമണം നടത്തുന്നത്, അമേരിക്കയുടെ എയർബേസുകൾ എവിടെയൊക്കെ ഉണ്ടോ അത്തരം രാജ്യങ്ങളിലേക്കെല്ലാം ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഇപ്പോഴും കടുക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക പിന്മാറിയാലും ഇല്ലെങ്കിലും ശരി തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി ഇസ്രയേലും കൂടി രംഗത്തെത്തുവാണെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് ഈ പറയുന്ന അമേരിക്കയും ഇസ്രയേലും കടന്നു പോകും എന്നതിൽ സംശയമില്ല. പക്ഷേ ലോകം ഉറ്റുനോക്കുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്. ക്രൂഡ് ഓയിൽ ഉണ്ട്, അതിൽ വാണിജ്യ വാതകങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാമെങ്കിലും
കടുക്കുകയാണെങ്കിലും ഈ യുദ്ധം കടുക്കുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്കൊക്കെ പൂർണ്ണമായിട്ടും അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ വലിയൊരു പ്രശ്നമുണ്ടാകും. ഈ വില വർധനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ $100 മുകളിലൊക്കെ എത്തി എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തും അത് പ്രതിഫലിക്കും. രാജ്യത്തും പല സാധനങ്ങൾക്കും വില വർധനവ് കാണും. ഇപ്പോൾ ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന വാണിജ്യവാതകത്തിനൊക്കെ വില കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ആഹാരത്തിന് ഉൾപ്പെടെ വില കൂടും. ദൈനംദിന ശൈലി തന്നെ മാറേണ്ടി വരും. അപ്പൊ അത്തരം രീതിയിലേക്ക് വലിയൊരു വിലക്കയറ്റം ഉണ്ടാകും. ആ ഒരു സാഹചര്യം അങ്ങനെ ഒരു വിലക്കയറ്റത്തിലൂടെ പോവുകയാണെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് ലോകം പോകും എന്നതിൽ സംശയമില്ല. പക്ഷേ യുദ്ധം എന്ന് അവസാനിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ മിന്നി മറയുന്ന ഒരു സാഹചര്യമാണ്. ഏത് അവസരത്തിലായിരിക്കും യുദ്ധം അവസാനിക്കുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള നിലപാടാണ്. അപ്പം ഈ ഒരു യുദ്ധം ഇനി ആർക്കൊക്കെ നഷ്ടം വന്നാലും ആരൊക്കെ മരിച്ചാലും ശരി തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നയമാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു എടുക്കുന്നത്. കാരണം നമ്മൾ ഗസയിലും പലസ്തീനിലും ഒക്കെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടുകൾ കണ്ടതാണ്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ബ്രെഡ് ഈ ഹെലികോപ്റ്ററും ഈ വിമാനങ്ങളൊക്കെ വഴി എറിഞ്ഞു കൊടുക്കുന്നത് പോലും നശിപ്പിക്കുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യുദ്ധം പോകുന്ന സാഹചര്യത്തിൽ ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇനി ലോകരാജ്യങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ അത്രയും ഞങ്ങൾ അതിനെതിരെ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ തകർക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനൊരു സഖ്യകക്ഷികളെ കൂട്ടുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇങ്ങനെ ഒരു നീക്കങ്ങൾ നടക്കുമ്പോൾ ഇറാൻ ചുമ്മാതിരിക്കില്ല. ഇറാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് 10 ലക്ഷം സൈനികരുണ്ട്, ഇനി ആ 10 വർഷം വേണമെങ്കിലും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വിട്ടിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്, നിങ്ങൾ ഇനി വന്നോളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പ്, വലിയൊരു ഭീഷണിയൊക്കെ നൽകിയിരിക്കുകയാണ്. അപ്പൊ ഇത്തരം നീക്കങ്ങളിലേക്ക് നടക്കുമ്പോൾ ആകെ പ്രതിസന്ധിയിലാകുന്ന ഒരു പശ്ചിമേഷ്യയും ലോകത്തെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകവും ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വരും എന്നതിൽ സംശയമില്ല.